സ്മൈൽ പ്ലീസ്. കിടക്കുന്ന കുട്ടിയും കൊല്ലും. എന്തിനെങ്ങനെ ശ്വാസം പിടിച്ചിരിക്കുന്നേ? ആ മസലും കൂടി വിട്ടേ. സ്മൈൽ പ്ലീസ്. 1 2 3 സ്റ്റാർട്ട്. ചേട്ടന്റെ ഫോട്ടോ നന്നായിട്ടുണ്ട്. എന്തേ തന്നോട് ഞാൻ പറഞ്ഞ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എടുക്കാനല്ലേ? എന്റെ ചേട്ടാ, ഇന്നത്തെ കാലത്ത് ആരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എടുക്കാറില്ല. ചേച്ചി ഈ കളർ ഫോട്ടോ എങ്ങനെയുണ്ട്? അസലായിട്ടുണ്ട്. എന്താ ഇഷ്ടായില്ലേ? ചേട്ടനത് ഇഷ്ടപ്പെടില്ലേ ചേച്ചി? കളറാകുമ്പോ ചേട്ടന്റെ കറുപ്പ് എല്ലാരും തിരിച്ചറിയും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകുമ്പോൾ ഏത് കരിമാരെ കുട്ടിയും വെളുത്തേ ഇരിക്കുള്ളൂ. ആ സൂത്രം മനസ്സിലായി. സ്വന്തം കറുപ്പിന്റെ കോംപ്ലക്സ് ആണെങ്കിൽ അതും പറഞ്ഞാ പോരെ. വെറുതെ എന്നെ നശിപ്പിക്കാൻ വരുന്നേ. അതേടാ ആന്റണി കറമനാ കാക്കയുടെ കറുപ്പ്. നിനക്കറിയോ കറുപ്പിന് 7 അഴകാ? അത് ശരിയാ. ബാക്കി 93 അഴകും വെളുപ്പിനാ. പിന്നെ ഈ ചേച്ചി പറഞ്ഞോണ്ട് മാത്രം കളർ ഫോട്ടോ എടുത്തേ. അയ്യോ മോനൊരു ഫോട്ടോ കൊടുക്കുമോനെ. അത് വേണ്ട. ഇതായിപ്പോ നന്നായത്. മരിച്ചുപോയ ആളല്ലേ? മരിച്ചുപോയ ആളുടെ ഫോട്ടോ ആർക്കെങ്കിലും വേണോ? ചേട്ടന് വിളിക്കാൻ ഞാൻ ഒരു സൂത്രപ്പണി പറഞ്ഞു തരട്ടെ. എന്ത് സൂത്രപ്പണി? വെളുപ്പിന് 4 മണിക്ക് മുറ്റത്തിറങ്ങി നിന്നാ മതി. അപ്പൊ നേരം വിളിത്തോളും. എനിക്ക് കർമ്മന്മാരെ വ്യക്തി ഇഷ്ടമാണ്. പാറ പോലെ ഇരിക്കുന്ന കൈ. അതെ, ഒരു മനുഷ്യൻ കറുത്തു പോണതും വെളുത്തു പോണതും അവന്റെ കുഴപ്പമാണോ? അല്ല, അവനെ ഉണ്ടാക്കിയ അവനെ അത് ചിലര് ദൈവം വൈറ്റ് സിമെന്റ് അടിച്ചു, മറ്റു ചിലര് ജപ്പാൻ ബ്ലാക്ക് അടിച്ചു ഭൂമിയിലടിച്ചു ഇങ്ങനെ പറഞ്ഞു വിട്ടു. അതാണ് ശരി. ദക്ഷിണാഫ്രിക്കയിൽ കറുത്ത വർഗക്കാരോട് വെളുത്ത സാഹിബ്മാര് വർണ്ണ വിവേചനം കാണിച്ചില്ലേ? എടാ അത് പിന്നെ ദക്ഷിണാഫ്രിക്കയിൽ വല്ലവരും വല്ലതും കാണിച്ചത് നീ എന്റെ പാക്കറ്റ് കരുതില്ല. അവിടെ ലോകത്തെ ഞെട്ടിച്ച ഒരു കറുത്ത നേതാവ് ഉണ്ടായിരുന്നു. നമസ്കാരം. പണ്ടക്കകത്ത് വല്ലതുള്ളവന് മണ്ടാലേ അറിയൂ. കർത്തവന്റെ മുത്ത് ബ്ലാക്ക് സല്യൂട്ട്. കള്ള കുടിച്ചല്ലേ? അത് പിന്നെ ചെറിയാച്ചൻ കുടിച്ചോന്നല്ല ഞാൻ ചോദിച്ചത്. ആരെങ്കിലും വല്ല കളിതമാശയും പറഞ്ഞ അന്ന് കള്ളു കുടിച്ചു വന്ന് എന്നെ കരയിപ്പിക്കും. ഞാൻ ഇഷ്ടപ്പെട്ടതേ നിങ്ങളുടെ സൗന്ദര്യത്തെ അല്ല. പക്ഷേ നിങ്ങൾ അങ്ങനെ ആയിരിക്കും, എനിക്കറിയാം. ലക്ഷ്മി, ഞാൻ വേണ്ട, ഒന്നും പറയണ്ട. അച്ഛന്റെ പാട്ട് കേട്ട് ഉറങ്ങാൻ കാത്തിരിക്കായിരുന്നു നമ്മുടെ മോൻ. അതെന്താ അച്ഛൻ പാടാലോ മോൻ? വേണ്ട, കള്ളു മുണക്കുന്ന പാട്ട് എന്റെ കുട്ടിക്ക് കേൾക്കണ്ട. കള്ളു മണക്കേ? എന്റെ അമ്മേ, കൊത്തി കൊത്തി തലയിൽ മുടി അവിടെയും കേറി. നീ ഭാഗ്യവാനാടാ. നിന്റെ ലവ് മാരേജ് ആയാലും അറേഞ്ച്ഡ് മാരേജ് ആയാലും നിനക്ക് കിട്ടാൻ പോണ പെണ്ണ് കറുത്തതാ. ഇനി അതില് കുട്ടികൾ ഉണ്ടായാലും അതും കറുത്തതായിരിക്കും. കറുത്തിട്ടാണെങ്കിലും ജനിക്കാണെങ്കിൽ നിന്നെ പോലെ ജനിക്കണം. നമ്മളെ പോലുള്ള കർമ്മന്മാരുടെ വിഷമ ഞാൻ പറയണേ. വല്ലതും മനസ്സിലാവണ്ടോന്ന്? അതെ, നീ അങ്ങോട്ട് ചെല്ല്. നീ സംസാരിച്ച എല്ലാ പരിഭവവും മാറും. ഏയ്, ഇതങ്ങനെ തീരുന്ന പരിഭവമൊന്നുമല്ല. അപ്പന്റെ മനസ്സ് മാറാൻ ഒരു പ്രാർത്ഥന തന്നെ വേണ്ടി വരും. എന്നാ നമ്മുടെ ഗണപതി കോവിലില് ഞാനൊരു വഴിപാട് കഴിക്കും. അത് മാത്രം പോരാ. നമ്മുടെ ഇടവകയിലെ വികാരിയച്ഛനെ വിളിച്ച് അപ്പന് മാനസാന്തരം ഉണ്ടാകാൻ ഒരു കൂട്ട പ്രാർത്ഥന തന്നെ വേണ്ടി വരും. നോക്കപ്പാ, അപ്പന്റെ സ്വർഗത്തിന്റെ വാതിൽ തുറന്ന് മലർന്നു കിടക്കുന്നത്. ലക്ഷ്മിയ, നീ ഞാൻ വെളുക്കുന്ന ചേർത്തിട്ട് വെള്ളം ഒഴിക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റുഡിയോക്കാരൻ പറഞ്ഞ മാതിരി നേരം വെളുത്താലും വെളുക്കില്ല. അപ്പന് വെള്ളം ഒടിച്ച് കഴിയുമ്പോഴാ ബോധം പറഞ്ഞത്. ആനോട് കാണിക്കണ ഒരു മര്യാദ. അപ്പന് മാനസാന്തരം വരാൻ ഇടവകയിലെ അച്ഛനെ വിളിച്ച കൂട്ടപ്രാർത്ഥന. പിന്നെ ഇവന്റെ തോന്നിയാസിന് ഇടവകയിലച്ച കൂട്ടിക്കല്ലേ? അച്ഛനല്ലെങ്കിൽ എന്താ? ചെറിയ അച്ഛൻ ഉണ്ടായിരുന്നില്ലേ? ചെറിയ അച്ഛനല്ലേ അച്ഛനല്ലേ? 2 കുട്ടികളുടെ അച്ഛൻ. പോത്തുകളെ ആരെങ്കിലും സോപ്പ് തേച്ച് കുളിപ്പിക്കാറുണ്ടോ മോളെ? അപ്പൊ നമ്മളെ പോത്തൊന്ന് വിളിക്കണോ? അത് നിന്നല്ലേടാ, അപ്പൊ ഞാനാരാ? നീ പോത്തും കുഞ്ഞ്. തലയിൽ വെള്ളം ഒഴിക്കില്ല കേട്ടോ. മുടിയില്ലാത്തതാ, വെള്ളം ഇറങ്ങും. വെള്ളം ഇറങ്ങാൻ വേണ്ടി തന്നെയാ. എന്തായാലും വേണ്ടില്ല. കുറെ കള്ളും കോഴിയും കിട്ടിയപ്പോ നിന്റെ അച്ഛന്റെ പരിഭവം മാറിയല്ലോ. മാറി. ഇവൻ നമ്മുടെ മുത്തല്ലേ, അപ്പന്റെ വെളുത്ത മുത്ത. അതാണ് എന്റെ കർത്തപ്പൻ. പക്ഷേ ഓസ്ട്രേലിയയിൽ പോണ കാര്യം മാത്രം അമ്മയോടും മോനോടും അപ്പന് നോ യോജി നടക്കില്ല. അപ്പോഴായാലും ഇപ്പോഴായാലും അപ്പൻ കെട്ടിപ്പിടിച്ചിരുന്നു.
മിന്നൂസ് ഗ്രൂപ്പ് ഒരു നെല്ലിക്കൽ സ്ഥാപനം കേട്ടിട്ടില്ലേ? നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട് ഈ നെല്ലിക്കൽ സ്ഥാപനത്തിന്. അന്ന് തുടങ്ങിയ ബിസിനസ്സാ. ഇന്നിപ്പോ മിന്നു ഗ്രൂപ്പിന്റെ കീഴിലില്ലാത്ത ബിസിനസ്സുകളില്ല. ഡ്രൈവറെ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണല്ലേ? പക്ഷെ നോക്കിയിട്ട് തന്റെ കാര്യം പോക്കാം. ഇവിടെ നല്ല തുമ്പപ്പൂ പോലെ വെളുത്ത ആളുകൾക്ക് മാത്രമേ ജോലി കൊടുക്കൂ. കാരണം എന്താ, ഈ നെല്ലിക്കൽ കുടുംബം രാജവംശത്തിൽ പെട്ടതാണേ. അത് തന്നെ പോലുള്ള നീഗ്രകളുടെ രാജവംശമല്ല. വെളുത്തിരിക്കണം, ഇല്ലെങ്കിലേ വെളുപ്പിച്ചിരിക്കണം. മിനിമം ഇത്രയെങ്കിലും. ഞാനിങ്ങനെ കുട്ടി പൗഡർ കോളേജിന്റെ പേരിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. നോട്ട് ഓൺലി ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, ആ ഒറ്റ പരിഗണന കൊണ്ടാ എനിക്കിവിടെ ജോലി കിട്ടിയത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാത്തവരോട് വർമ്മ സാറിനും മിന്നു മേഡത്തിനും ഭയങ്കര സ്നേഹം. സെക്ഷൻ ആയി പോയി ആ ഫയൽ ഒന്ന് എടുത്തുകൊണ്ട് പാടോ. കാക്കത്തമ്പുരാൻ നിന്റെ അപ്പൻ അസുഖാൽക്കാർ സ്നേഹം കൊണ്ടോൾ ഇങ്ങനെയും വിളിക്കും. ബൈ ദ ബൈ, ഇവിടുത്തെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ജീവിതത്തിനൊരു ഗ്യാരണ്ടിയായി. വിശ്വസിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ കുടുംബത്തിലൊരു അംഗമായിട്ട് കൂടെ താമസിക്കുകയും ചെയ്യാം. പിന്നെ എന്നാൽ വിശ്വസിക്കാൻ പറ്റാത്ത രണ്ടുപേരുണ്ട്. അതിലൊരാളാണ് ദാ വരുന്നത്, വർമ്മ സാറിന്റെ അളിയൻ മാധവ വർമ്മ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇംഗ്ലണ്ട് സിദ്ധാബാദ്. ഇതേതാ നിന്നെക്കാൾ വലിയ ബലിക്കാക്ക? ബലിക്കാക്ക സാറിന്റെ അച്ഛൻ. ഡ്രൈവറിന്റെ ഒഴിവുണ്ടെന്ന് പറഞ്ഞാൽ വന്നാണ്. അതാണ് ജനറൽ മാനേജറുടെ മുറി. അങ്ങോട്ട് നടന്നോളൂ, ഞാൻ വന്നേക്കാം. ഓ, ഇനി അവിടെ ഉണ്ടാവും അടുത്ത അവതാരം. വർമ്മ സാറിന്റെ മരുമകൻ മഞ്ജുളകുമാരൻ. ഒന്ന് നിന്ന് എനിക്ക് തല കറങ്ങുന്നു. ആളിറങ്ങുന്നു. സർ, മുഖത്തേക്ക് നോക്ക്. ഈ ശരീരത്തിന് മുകളിൽ ഒരു തലയും ഉണ്ടായിരുന്നു. അത് ശരി. അതെ, കുട്ടി ഇവിടെ ജോലിക്ക് വന്നാണോ അതോ ക്യാബറ ഡാൻസിന് വന്നാണോ? ലുക്ക്, ഇമാതിരി ഡ്രസ് ഇട്ടുകൊണ്ട് ഓഫീസിൽ വന്നാൽ മറ്റുള്ളവരുടെ കൺട്രോൾ പോകും. എന്നെ പോലെ മറ്റുള്ളവർക്ക് അടക്കി പിടിച്ച് നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല. കുട്ടിക്കറിയോ, കേരളത്തിലെ ഒട്ടുമിക്ക പുരുഷന്മാരും ഒരു പ്രഷർ കുക്കർ പോലെയാണ്. ഇമാതിരി കോലങ്ങൾ കണ്ടാൽ ആ പ്രഷർ കുക്കറിന്റെ സമ്മർദ്ദം മൂത്ത് 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 അവസാനം നീരാവിയോട് കൂടി ഒരു വിസിലിംഗ് വരും. ആ വിസിലിങ്ങിനെയാണ് കുട്ടി സ്ത്രീ പീഡനം എന്ന് പറയുന്നത്. അതുകൊണ്ട് കാര്യമായിട്ട് സാറ് പറയുകയാണ്, മേലിൽ ഇമാതിരി ഡ്രസ് ഇട്ടുകൊണ്ട് വന്ന് മറ്റുള്ളവരുടെ സേഫ്റ്റി വാൽവ് തകർക്കരുത്. പ്ലീസ് ഗോ ഗെറ്റ് ഔട്ട്. എന്റെ വാൽവ് ഉപ്പിട്ടൊരു സോഡ നാരങ്ങ വെള്ളം കുടിച്ചില്ലേ സാർ? ഡ്രൈവർ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നാണല്ലേ? അതെ സാർ. സിറ്റ് ഡൗൺ. താങ്ക് യു. പേരെന്താന്ന് പറഞ്ഞേ? പറഞ്ഞിട്ടില്ല. എന്താ പറയില്ലേ? പറയും. എങ്കിൽ പറ. ആന്റണിന്നാ. എന്ത് ഗണി? ആന്റണി. ഗുഡ് നൈം, ആന്റി ഗണി. ശ്രദ്ധിക്കാം, സാധാരണ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരെ പോലെ അല്ല മഞ്ജുളൻ ഇന്റർവ്യൂ ചെയ്യുന്നത്. ഈസി ക്വസ്റ്റ്യൻസ് മഞ്ജുളന്റെ നിഘണ്ടുവിലേ ഇല്ല. ബുദ്ധി കൊണ്ട് മാത്രം ഉത്തരം പറയണം. ക്വസ്റ്റ്യൻ നമ്പർ 1 ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. കാള കിടക്കും കയറോട്. എന്ത് അറിയില്ല? പരമകഷ്ടം. ക്വസ്റ്റ്യൻ നമ്പർ 2 മുറ്റത്തെ ചെപ്പിന് അടപ്പില്ല. എന്താണ്? പെട്ടെന്ന് പറ. അറിയില്ല? കഷ്ടം. എന്നാൽ നിങ്ങൾക്ക് പറയാൻ എളുപ്പത്തിന് ഇതിനേക്കാൾ വെറും ഈസി ക്വസ്റ്റ്യൻ ചോദിക്കാം. സൈക്കിൾ വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിൽ പോകുന്നത് എന്തുകൊണ്ട്? അതും അറിയില്ല? ഇരിക്കടോ. പിന്നെ എന്തിനാ നിങ്ങൾ ഡ്രൈവർ പണിക്കെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഓടി വന്നത്? ശരി, അവസാനമായിട്ട് ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കും. അതിനെങ്കിലും ഉത്തരം പറഞ്ഞാൽ നാളെ മുതൽ നിങ്ങൾക്ക് ഡ്രൈവർ പണി ചെയ്യാം. ക്വസ്റ്റ്യൻ ആലോചിച്ച് മാത്രം ഉത്തരം പറയുക. കിക്കിലിക്കും കിളികിൽക്കും ഉത്തരത്തിൽ ചത്തിരിക്കും. കറക്റ്റ് ആൻസർ. ഇവനൊന്നുമല്ല ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, മിന്നുമോളാ. മിന്നുമോള് പല പ്രാവശ്യം ഇവനോട് പറഞ്ഞിട്ടുള്ളതാ ഈ കസേര കയറി ഇരിക്കരുതെന്ന്. ഞാനൊന്ന് വിളിക്കട്ടെ? ഞാൻ പറഞ്ഞാൽ അവൾ എത്രത്തൊന്നും പറയില്ല. കാരണം നാളെ അവൾ എന്റെ മകന്റെ ഭാര്യയായിട്ടതാ. അതിനു മുമ്പ് ഞങ്ങൾ ഒളിച്ചോടി. ഹലോ മോളെ, അമ്മാവനെ ഒന്നും നടക്കില്ല. ഇവിടെ ഡ്രൈവറെ ആവശ്യമുണ്ടെന്നും പറഞ്ഞ് ഒരാള് വന്നിട്ടുണ്ട്. മിടുക്കന. എനിക്ക് അവരുടെ സംസാരം വളരെ ഇഷ്ടപ്പെട്ടു. ശരി മോളെ. നടക്കില്ല. എടാ, ഇവനെ അങ്ങോട്ട് വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. എന്റെ പട്ടി പോകും. അങ്ങനെയാണെങ്കിൽ അമ്മാവും കൊണ്ട് പോക്കോ. ഞാൻ മിന്നുമ്പോളോട് വിളിച്ചു പറഞ്ഞേക്കാം. അത് വേണ്ട. അതെ, ഇതിനൊക്കെ ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്. എന്താ അത്? ഐ ഡോണ്ട് നോ ടു വറി ഇമ്മീഡിയറ്റ്ലി സാലുട്ടിഫിക്കേഷൻ ഇൻ ദ വേ. വാട്ട് മൈ ഫ്രണ്ട്സ്, വാട്ട് മൈ പ്രോബ്ലം? എന്ന് വെച്ചാൽ നീ നന്നായാൽ നിനക്ക് കൊള്ളാന്ന്. വാടോ. ഇവനോട് പറഞ്ഞതാ. വാടോ. കൂടുതൽ ചാരണ്ട, തന്റെ കറുപ്പതിൽ പിടിക്കും. പിന്നെ എന്റെ തന്തയ്ക്ക് വിളിച്ച തനിക്ക് ഇവിടെ ജോലിയൊന്നും കിട്ടാൻ പോകുന്നില്ല.
ഇനി അഥവാ കിട്ടിയാൽ തന്നെ ഗിയർ മാറ്റുമ്പം പോലും മിന്നുവിനെ വിളിച്ച് അനുവാദം വാങ്ങിയിരിക്കണം. അത്തരം കാര്യങ്ങളിൽ മിന്നു കർക്കശക്കാരിയാണ്. നോക്കിയോ. ഹലോ മിന്നുമോളെ, മഞ്ജുലേട്ടൻ ഗിയർ മാറ്റട്ടെ? ഫസ്റ്റ് ഗിയറിലിട്ടോ മഞ്ജുലേട്ടാന്ന്. പാവം, അമ്മായി മരിക്കുമ്പോൾ മിന്നുമോൾക്ക് 12 വയസ്സായിരുന്നു. അന്നാണ് അവളുടെ ജീവിതത്തിൽ അത് സംഭവിച്ചത്. എന്ത് ദുരന്തം? ഐ മീൻ ട്രാജഡി. കളിച്ച് ചിരിച്ച് പ്രണയിച്ച് SMS അയച്ച് ആടിപ്പാടി നടക്കേണ്ട പ്രായത്തിൽ, അതായത് വെറും 12ാമത്തെ വയസ്സ്, പാവ മിന്നുമോള് പെട്ടെന്ന് പ്രായപൂർത്തിയായി. ഐ മീൻ പക്വതയ്ക്ക് അഡിക്റ്റായി പോയി. ചേട്ടൻ കല്യാണം കഴിച്ചാണോ? അതെ. ഏയ് കല്യാണം കഴിച്ചിട്ടില്ല. എനിക്ക് തോന്നി. ഞാനും കഴിച്ചിട്ടില്ല. സുമേ, ആ തോരന്റെ പാത്രങ്ങൾ എടുത്തോളൂ. ഇതെന്താണ് മൊബൈലിൽ ഇത്ര പേർക്ക് കാണാൻ? ഞാൻ ഗെയിം കളിക്കുക. 9000 പോയിന്റായി, 10000 ആക്കണം. വേഗാക്ക്, എന്നിട്ടാണ് മാമുണ്ടായി. അതൊരു പാവാ. മൊബൈല് കിട്ടിയാ പിന്നെ ഭക്ഷണം കൂടി വേണ്ട. എന്റെ അനിയത്തിയാ സുമ. ഈ വെളുത്ത ചോറിന്റെ മുൻപിലിരിക്കുന്ന ചേട്ടനെ കാണുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുക. സത്യം പറയാലോ, ഈ ചുറ്റുമതിനുള്ളിൽ വന്നേ പിന്നെ ഇതുപോലൊരു കറുത്ത മനുഷ്യനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതിപ്പോ പൂരത്തിന്റെ ഇടയിൽ ആനെ കാണുന്നവരുണ്ടല്ലേ ചേച്ചി. ഈ കറുപ്പ് അച്ഛന്റെയോ അതോ അമ്മയുടെയോ? അച്ഛമ്മയുടെയാ. എനിക്ക് ഈ കറുപ്പ് ഇഷ്ടം. എന്താ പേര്? അവൻ പൊട്ടനാ. അയ്യേ പൊട്ടനാ. എന്തത് ആനൂട്ടോ? ലക്ഷ്മിന്റെടാ. ഇപ്പോഴെങ്കിലും ഇങ്ങോട്ട് എത്തിയോ? അങ്ങോട്ട് ഇരിക്ക്. ഞാൻ എത്ര നേരമായിട്ട് കാത്തിരിക്കാന്നറിയോ? ഭക്ഷണത്തിന്റെ ഉള്ളിലേ ഞാനൊരു സാധനം വെച്ചിട്ടുണ്ട്. ഇതിനാരാടെ ഇരിക്കുക? ഒന്നും പറയണ്ട, ഇവിടെ ഇരുന്ന് എല്ലാം കഴിച്ചിട്ട് പോയാ മതി. 2 ദിവസമായിട്ടേ ഭക്ഷണം തീരെ കഴിക്കണില്ല. ഞാനിതൊന്നും അറിയുന്നില്ല. വേണ്ട വേണ്ട വേണ്ട, ഇരുന്നോ കഴിച്ചിട്ട് എഴുന്നേറ്റാ മതി. ആദിത്യ, ഇത് വെറും കോഴിമുട്ടകളല്ല, അനുരാഗ മുട്ടകളാണ്. ദൈവത്താണ് ഈ മുട്ടയൊന്നും ആന്റണി ഇട്ടതല്ലെന്നറിയാം. ആദിത്യ, 2 പേർക്കും ഇഷ്ടമാണെങ്കിൽ നമുക്കിതങ്ങ് നടത്തി കൊടുക്കാം അല്ലേ? കൊടുക്കണം. കൊടുക്കുന്നുണ്ട്. കോഴിമുട്ടയിൽ കൂടോത്രമെന്ന് കേട്ടിട്ടുണ്ട്. മുട്ടയിൽ പ്രേമം ആദ്യമായിട്ടാ. കഴിച്ചു കൃഷ്ണ, എങ്ങനെയാ പല തറവാടുകളും നശിച്ചത്. നമസ്തേ. ആദിത്യന്റെ ഒരു അകന്ന ബന്ധു കൂടിയാണെന്ന് ഇവനിപ്പൊ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. തന്നെ കൊണ്ട് അധികം പണികൾ ചെയ്യിക്കണ്ട എന്ന റെക്കമെൻഡുമായിട്ട് വന്നിരിക്കുകയാണ് ഇയാൾ. മാനേജർ ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്നു മുതൽ തറവാടിനുള്ളിലെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എന്താടോ പോരെ? മോനെ ആദി, അപ്പന് പറയാനുള്ളത് പറഞ്ഞു. എടാ, എനിക്ക് അവളായിട്ട് യാതൊരു വിധ ഇതില്ലാന്ന്. അപ്പൊ ആനണിച്ചന്റെ പാത്രത്തിൽ 8 മുട്ട എങ്ങനെ വന്നു? മുട്ട നിന്റെ തന്തടാ. ചൂടാവണേ. വർമ്മ സാർ പറഞ്ഞപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. എടാ ആദി, വർമ്മ സാറിന് ഒരു സംശയം തോന്നിയതാവാം. നീ അപ്പം പറഞ്ഞ് വിശ്വസിക്കാൻ. മുട്ട എങ്ങനെ വന്നേ? എന്റെ അമ്മേ. മോനെ, ലക്ഷ്മി എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. തെറ്റിദ്ധരിച്ചല്ലോ, മുട്ട സഹിതമല്ലേ പിടിച്ചത്. 2 3 ആണോ? 8 മുട്ട. മോനെ, നീ അമ്മയൊന്ന് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക.
അപ്പന്റെ പ്രേമം അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാൻ സ്വന്തം മകനെ ഏർപ്പാടാക്കുന്ന ഇത്രയ്ക്കും വൃത്തികെട്ട ഒരു അപ്പൻ ലോകത്തെങ്ങും കാണില്ല. ഇത്രയും പ്രായപൂർത്തിയായ ഒരു അപ്പന് പറ്റിയ പണിയാണോ ഇതൊക്കെ? മോനെ ആദി, നീ എന്നെ ആദി പിടിപ്പിക്കരുത്. എല്ലാം പോട്ടെ, സ്നേഹിച്ച പുരുഷന്റെ കൂടെ സ്വന്തം കുടുംബം വരെ ഉപേക്ഷിച്ച് ഇറങ്ങി തിരിച്ച് എന്റെ അമ്മ ഇതെങ്ങനെ സഹിക്കും? എന്റെ പേടി അതല്ല. വീട്ടിൽ കാശ് കിട്ടാനുള്ളവർ വരുമ്പോ ലക്ഷ്മി അമ്മ പറയുമായിരുന്നു മരിച്ചു കളയുന്നു. ഇപ്പൊ ഇതും കൂടെ അറിയുമ്പോ ലക്ഷ്മി അമ്മ വല്ല അവിവേകവും. അയ്യോ മോനെ ആദി, പീതാംബര, നീ അവളൊന്ന് പറഞ്ഞു മനസ്സിലാക്ക്. നിനക്ക് ലക്ഷ്മിയുടെ അടുത്തേക്ക് പോവാലോ. എനിക്ക് ലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് പോവാം. കാരണം ഞാൻ അവരുടെ മോനാണല്ലോ. ഞാനിവിടെ കാലുകുത്തിയ അപ്പം മുതൽ നിങ്ങളെല്ലാം കൂടെ എന്നെ ഊമയാക്കില്ലേ? ഇനിയിപ്പൊ ഞാനവിടെ ചെന്ന് എന്ത് പറയാൻ? 8 മുട്ടയും തിന്നിട്ട് എന്നെ പൊട്ടനാക്കുന്നു. അമ്പട പൊട്ടാ. ഇനി ഇച്ചിരി പാട്ട് കേൾക്കാം. നിങ്ങൾ ഇതുവരെ കേട്ടത് കോഴിമുട്ടയുടെ പോഷക ഗുണങ്ങളെ കുറിച്ചുള്ള പ്രത്യേക പരിപാടിയാണ്. ഇനി കോഴിമുട്ട കൊണ്ടുള്ള പലതരം